നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജി. ഇന്ന് ഇടിവെട്ട് പോലെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ. ഇതുവരെ കരുതിയിരുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതിൻ്റെ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നൊരു പേടിയായിരുന്നു. നമ്മൾ കണ്ട ചില ചിത്രങ്ങൾ. ഒന്ന്, ഹൈക്കോടതിക്ക് മുൻപാകെ എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ രണ്ടുപേരുടെയും അഭിഭാഷകർ പറഞ്ഞൊരു കാര്യം, ശബരിമലയിൽ നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതിൻ്റെ ഒരു രേഖകളും നിലവിലില്ല. വെറും മൊഴി മാത്രമായിരുന്നു അവിടെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതിൽ കാര്യത്തിലുള്ളത്. മറുവശത്ത് സ്വർണ്ണക്കൊള്ള അന്വേഷണം എൻ വാസുവിലും പത്മകുമാറിലും മാത്രം ഒതുങ്ങി അവസാനിച്ചു പോകുന്നൊരു ഘട്ടം. അതിൽ പത്മകുമാറിൻ്റെ വാദങ്ങൾക്കപ്പുറം അന്ന് SIT കോടതിക്ക് മുൻപാകെ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു വസ്തുതയുണ്ട്. അതിൽ ബോർഡ് അംഗങ്ങൾക്ക് പൊതുവായ ഒരു ഉത്തരവാദിത്വം ഈ തീരുമാനത്തിലില്ല. പത്മകുമാർ നേരിട്ട് കൈപ്പടയിൽ മിൻസ് തിരുത്തി എഴുതി ചേർത്തതാണ് കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ പൊളിച്ചെടുക്കുന്ന കാര്യത്തിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുക്കുന്ന കാര്യത്തിലും. എന്നാൽ ഇന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ടിരിക്കുന്നു. ദേവസ്വം ബോർഡിന് ഒരു തുല്യ പങ്കാളിത്തം ഈ തീരുമാനത്തിലുണ്ട് എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു SITയോട്. ദേവസ്വം ബോർഡ് കുടുങ്ങുമ്പോൾ മറുവശത്ത് സർക്കാർ തങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു എന്ന് പലവട്ടം നമ്മൾ പത്മകുമാറിൻ്റെ മൊഴിയിൽ നിന്ന് അറിഞ്ഞതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള നിർദ്ദേശം സർക്കാരിൽ നിന്നാണ് എങ്കിൽ ഈ രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ അന്വേഷണം അവസാനിക്കില്ല എന്ന് വേണം കണക്ക് കൂട്ടാൻ. അതിലപ്പുറം സർക്കാരിലേക്ക് ചെന്നാൽ മുൻ മന്ത്രി ഉൾപ്പെടെ ഒരു പക്ഷേ വീഴാനുള്ള സാധ്യതയേറി വരുന്നു. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന ആ ഒരു സന്നിധ ഘട്ടത്തിൽ നിന്നും വളരെ പ്രതീക്ഷയുടെ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടലിലൂടെ വന്നിരിക്കുന്നെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാമല്ലോ. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? അല്ല സേവൻ, അതായത് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അത് ആഴത്തിൽ പഠിച്ചിട്ടുള്ള പലരിൽ ഒരാൾ ഞാനായിരിക്കും എന്ന് ഞാൻ അവകാശപ്പെടുന്നു. കാരണം ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് തന്നെ 8 ഇടക്കാല ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 2 മാസമുണ്ട്. അതുതന്നെ ചരിത്ര സംഭവമാണ്. ഇപ്പോൾ വരുന്ന ഈ വിധി, ഇതിനു മുമ്പ് വന്ന വിധി, ഇതുപോലുള്ള 2-3 വിധികൾ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ നിന്ന് ജാമ്യാപേക്ഷയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പം സ്വയം പറഞ്ഞ് അവിടെ നിന്ന് വന്നത്. പക്ഷേ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമായിരുന്നു എന്നുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാൾവഴികൾ ആദ്യം മുതൽ തന്നെ വളരെ ശ്രദ്ധാപൂർവം പിന്തുടർന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. നമ്മളതിൻ്റെ തുടക്കം മുതൽ എടുത്ത് നോക്കിയാൽ സ്വമേധയാണ് ദേവസ്വം ബെഞ്ച് ഈ കാര്യത്തിൽ കേസെടുത്തത്. കാരണം ഈ ദ്വാരപാലകളെ പുറത്തേക്ക് കൊണ്ടുപോയത് ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ ദേവസ്വം കമ്മീഷണർ കോടതിയിൽ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ കോടതിയാണ് ദേവസ്വം ബെഞ്ചാണ് സ്വമേധയ കേസ്. ആ കേസെടുത്തതിന് ശേഷം അവരെടുത്തിട്ടുള്ള നടപടികൾ നമ്മളൊന്ന് നോക്കണം. ആ കേസെടുത്തു കഴിഞ്ഞ് അവർ കുറേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതിന് ശേഷം അതിലെ അംഗങ്ങളെ അവർ നിയമിച്ചു. അതിനുശേഷം അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് അവർക്കൊരു നിർദ്ദേശം കൊടുത്തു. ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അതിലവർ ഊന്നിപ്പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത് ദേവസ്വം ബോർഡിലെ ഫ്രം ദ ഹയർ എഷലൻസ് എന്നാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡിൻ്റെ ഉന്നതർ മുതൽ താഴെ വരെയുള്ളവരെ ഇടപെട്ടാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായി ഇതിൻ്റെ ശരി കണ്ടുപിടിക്കുന്ന ഒരു പാതയിൽ തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്വേഷണ സംഘം അവരുടെ ഫസ്റ്റ് ഭാഗത്തുള്ള റിപ്പോർട്ട് കൊടുത്തു. അതിൽ കോടതി തൃപ്തി പ്രകടിപ്പിച്ചതിന് ശേഷം അവർക്ക് 1 മാസം കൂടി സമയം കൊടുത്തു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബദറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റിസിൻ്റെ ഇടപെടൽ. ഇത് രണ്ടും പരസ്പര പൂരകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ
വന്ന ഒരു മാന്യം വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തദ്ദേശ അതാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. അത് കോടതി ഒന്ന് സ്ലോ ചെയ്ത് കാണും. അല്ല, അത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ഞാൻ പ്രാഥമികമായിട്ട് പറഞ്ഞാൽ ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് മത്സരിക്കുന്ന ആളുകളെ, അവരുടെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത്, ഞാൻ അവരുടെ ഒരു ശത്രുവാണെങ്കിൽ പോലും അത്രയും അവരെ ഡിഫെൻസീവിലാക്കേണ്ടതുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമേ എനിക്കുള്ളൂ. എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട വേറൊരു കാര്യമുണ്ട്. ആദ്യം ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിമർശനം ഉന്നയിച്ചു. കാരണം നമുക്ക് വിമർശനം ഉന്നയിച്ചാൽ മതിയല്ലോ, ചാരിയിരുന്ന്. നമ്മൾ ഉന്നയിച്ച വിമർശനം എന്താ? ഇത് അവിടെ തീരുന്നു. അങ്ങനെ വന്നപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തു. അല്ല, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ആവശ്യപ്പെടുന്നതെങ്കിൽ വലിയൊരു മാനം കൂടി വന്നേനെ. സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്നതാണ്, ആദ്യം ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ വിമർശനം ഉന്നയിച്ചു. അതുകൊണ്ട് തീർന്നു എന്ന് തീർന്നു. അപ്പം വാസുവിനെ അറസ്റ്റ് ചെയ്തു. വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് വന്നു. വാസുവിനും പത്മകുമാറിനുടെ ഒരു 3 ആഴ്ചത്തെ 2 ആഴ്ച. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ വാസുവിൽ തീർന്നു. അപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ വാസുവിനും പത്മകുമാറിൻ്റെ ഇടയിൽ 2-3 ആഴ്ചക്കാലത്തെ ഒരു ലാഗ് വന്ന് എന്തിനാണ്? വാസുവിനെ പോലല്ല പത്മകുമാർ. പത്മകുമാർ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവാണ്, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, MLA ആണ്. സ്വാഭാവികമായി അയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ വേണം. തെളിവുകളില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ കോടതി പോയാൽ ജാമ്യം കിട്ടും. ജാമ്യം കിട്ടുമ്പോഴും നമ്മൾ SITയെ വിമർശിക്കും. അങ്ങനെ പത്മകുമാറിനെ കൂടെ അറസ്റ്റ് ചെയ്ത് നിന്നപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതിനകത്തൊരു മാന്യം വന്നു. അത് വളരെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ, 3-4 ദിവസമായിട്ടുള്ളൂ. ഇവർക്ക് ജനുവരി ഫസ്റ്റ് വീക്ക് വരെ സമയം കൊടുത്തിട്ടുണ്ട്. അവർ സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ വാസുവിൻ്റെ ജാമ്യാപേക്ഷ വരുന്നത്. ജാമ്യാപേക്ഷ വന്ന വിവരമാണ് ഇപ്പം സോമൻ പറഞ്ഞത്. രേഖയില്ല. രേഖയില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇതിൻ്റെ സ്വർണം പൂശിയെ സംബന്ധിച്ചിട്ട്, സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ചിട്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ ആദ്യ അവസാനം ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ഈ ശ്രീകോവിൽ, ഈ കട്ടളപ്പാളി, കട്ടള വാതിൽ, ദ്വാരപാലക ശില്പം, പിന്നെ അതിൻ്റെ മേൽക്കൂര, അതിൻ്റെ പീഠം, ഇതിലെല്ലാത്തിലും ഓരോന്നിലും എത്ര കിലോ വീതം സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പിന്നെ വിവരങ്ങളെല്ലാം അതിനകത്തുണ്ട്. ദേവസ്വം ബോർഡിന് ഔദ്യോഗിക രേഖയില്ല എന്നായിരിക്കും. അത് അവിടെ വന്നൊരു പ്രശ്നം നമ്മൾ കാണേണ്ടതെന്നറിയോ? SITക്ക് വേണ്ടി വാദിക്കുന്ന ആരാന്നറിയോ? സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർമാരാണ്. SITക്ക് പ്രത്യേകിച്ച് പ്രോസിക്യൂട്ടർമാരില്ല. ഗ്രേഷ്യസ് കുര്യാക്കോസ് എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ എന്തോ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ മറ്റോ ആണ് അവിടെ ചെന്നിട്ട് രേഖയില്ല എന്ന് പറഞ്ഞത്. ആ സർക്കാരാണ് പറയുന്നത്, SIT അല്ല. മനസ്സിലായി? അപ്പം രേഖയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതും സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയായിട്ടാണ് വരുന്നത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും മൊഴിയേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് ഗോൾഡ് ഹാസ് ബീൻ ക്ലാഡഡ്. അത് ശരിയാണ്, പൊതിഞ്ഞിട്ടുണ്ട്. അത് പൊതിഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഈ കേസ് അട്ടിമറിക്കാമെന്നൊരു പ്രതീക്ഷ ഒരു പക്ഷേ സർക്കാരിനുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുത്തില്ല. വാസുവിനെ ഔദ്യോഗിക തലത്തിൽ CPMൽ നിന്നോ സർക്കാരിൽ നിന്നോ ആരും തള്ളി പറഞ്ഞില്ല. അവരിപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നത് ഈ കേസിൽ നിന്ന് ഇവർ പുല്ലുപോലെ ഊരിപ്പോരുമെന്നൊരു പ്രതീക്ഷയില്ല. അല്ല, അവിടെയാണ് എനിക്കൊരു പ്രശ്നം. ഇവർക്കെതിരെ നടപടി എടുത്താൽ അടുത്ത എന്താണ് പുറത്തു വരുമെന്ന് അവർക്കറിയില്ല. അതാണ്, ആ ആശങ്കയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇതിന്റെ തുടക്ക സമയത്ത് തന്നെ ദൈവതുല്യരെന്ന് പറഞ്ഞിരുന്നു. ദൈവതുല്യരായ ചിലരുടെ ഇടപെടൽ പത്മകുമാറാണ് കൃത്യമായി പറഞ്ഞു. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? പക്ഷെ പോറ്റിയിലേക്ക് നമ്മൾ ദൈവതുല്യർ എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്നുള്ളൊരു വിശദീകരണമൊക്കെ നമ്മൾ കേട്ടത് പോറ്റിയെ കൈ ചൂണ്ടിക്കൊണ്ടുള്ള സംശയങ്ങളായിരുന്നു. പക്ഷെ പോറ്റിയിലേക്ക് നീങ്ങുന്നില്ല അന്വേഷണം, ഇപ്പുറത്തിടിച്ച് നിൽക്കുകയാണ്. പോറ്റി എന്ന് പറയുന്നത്, പോറ്റിയൊക്കെ ഇപ്പൊ കടന്നു പോയി കഴിഞ്ഞു. പോറ്റിയുടെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പോറ്റി അല്ല, പോറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ച തന്ത്രിയിലേക്ക് കടന്നില്ല. അപ്പോൾ സോമൻ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന ആളാണെന്നും കൂടെ എന്നുള്ള നിലയിൽ പറയാം. ഞാനത് ആദ്യം പോലെ പറയുന്നൊരു കാര്യമാണ്, ഈ പെരുങ്കൊള്ള ഒരു കാരണവശാലും പാർട്ടിയുടെ ഉയർന്ന നേതൃത്വ നിര അറിയാതെ നടക്കില്ല. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വെളിപ്പെടുത്തൽ അങ്ങ് വിശ്വസിക്കുന്നു? ഞാൻ അതിലേക്കാണ് വരുന്നത്. പത്മകുമാർ പോലും പത്മകുമാറിന്റെ ലെവലിൽ ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല. അത് പാർട്ടിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലൊരാൾ ഇതിനകത്തൊരു ഏകാധിപതിയായി വാഴുമ്പോൾ ഒരു ജില്ലാ നേതാവ് മാത്രമായിട്ടുള്ള പത്മകുമാറിന് ഒരിക്കലും പത്മകുമാറിൻ്റെ ലെവലിലായിട്ട് ഇത് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ഒന്നാമത്തെ കാര്യം. അവിടെ നിന്നാണ് സോയ്മോൻ നേരെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിലേക്ക് വരുന്നത്.
രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ നമ്മളെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. എന്താണ് കാരണം? ഇത് രമേശ് ചെന്നിത്തല അല്ല ആദ്യം ഇത് പറഞ്ഞത്, ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പറഞ്ഞതിൻ്റെ ബാക്ക് ഡ്രോപ്പ് നമ്മളൊന്ന് കാണണം. അവരുടെ 7ാമത്തെ 8ാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ ആണ് അവർ ഈ ശബരിമലയുടെ വാതിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയാം? അവർ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ആചാര്യയോ ഒരു ശില്പിയോ മറ്റോ കൊണ്ടിരുന്നു. എവിടെ? ശബരിമല കൊണ്ടിരുന്നു. ആ ശില്പി വന്ന് മണ്ഡലം കാലത്ത് പോലും ഈ വാതിൽ ഇളക്കി അതിൻ്റെ അളവെടുക്കുന്നു. അളവെടുത്തിട്ട് അയാൾ നേരെ പോയി തൃശ്ശൂരുള്ളൊരു തടിക്കച്ചവടക്കാരനെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വീണ്ടും അത് ഫിറ്റിൻ ചെയ്യുമെന്ന് നോക്കുന്നു. ഫിറ്റിൻ ചെയ്യുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ അത് ആന്ധ്രയിലെ കണ്ട് കൊണ്ടുപോയി ചെമ്പ് പ്ലേറ്റ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ ശബരിമലയിലൊക്കെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കിക്കൊണ്ടുപോകുന്നത് ചെറിയ കാര്യമല്ല. ഒരു നിവേദ്യത്തിന് പോലും ഒരു വർഷം കാത്തുനിന്ന സ്ഥലമാണ്. ഇത് പ്ലേറ്റ് ചെയ്തിട്ട് നേരെ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി സ്വർണം പൂശുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രവർത്തന ശൈലിയും സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാരൻ്റെ പ്രവർത്തന ശൈലിയും തമ്മിൽ സാദൃശ്യമുണ്ട്. ചെറിയ സംഭവമല്ല ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. കാരണം എന്താണ്? ഈ സുഭാഷ് കപൂറിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ ഈ മാതൃക ഉണ്ടാക്കിയിട്ട് ആ മാതൃകകൾ പുരാതന മാതൃകകൾ എടുത്തിട്ട് ആ മാതൃകകൾക്കനുസരിച്ച് സാധനം ഉണ്ടാക്കി ഈ ഇൻ്റർനാഷണൽ മറ്റേ ആൻറ്റിക് മാർക്കറ്റിൽ വിൽക്കുന്ന ആളാണ് സുഭാഷ് കപൂർ. ആ സുഭാഷ് കപൂറിൻ്റെ പ്രവർത്തനവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനവും തമ്മിൽ താരതമ്യം ചെയ്യാവുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ വഴിയിൽ ഈ SITയുടെ അന്വേഷണം വേണം എന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ചെറിയ സംഭവമല്ല, വളരെ ക്ലിയറായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് സംശയം വരാം, ഇതിനകത്ത് മൊത്തത്തിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിനെ നമ്മൾ കാണാം. രമേശ് ചെന്നിത്തല എന്താ വെളിപ്പെടുത്തിയത്? രമേശ് ചെന്നിത്തല പറഞ്ഞു എൻ്റെ യാതൊരു തെളിവുമില്ല, ഞാൻ ഒരു തെളിവ് കൊടുക്കാനും അല്ല പോകുന്നു. പക്ഷേ ഒരു വ്യവസായി എന്നോടിത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വ്യവസായി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മൊഴി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആ വ്യവസായിക്ക് സംരക്ഷണം കൊടുത്താൽ ആ വ്യവസായിയും നേരിട്ട് വന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും അതിനെ തുടർന്ന് അയാൾ പോയി മൊഴി കൊടുക്കുന്നു. മൊഴി കൊടുത്തതിനെ തുടർന്ന് ഈ വ്യവസായിയിൽ നിന്ന് SIT മൊഴി എടുത്ത് കഴിഞ്ഞു. ഇനി ഈ വ്യവസായി SITയോട് പറഞ്ഞതായിട്ട് കേട്ടതെന്താ? 2017 മറ്റോ അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പ് സംഘത്തിലുള്ളവർ ശബരിമലയിൽ നിന്ന് ഈ സാധനങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടു എന്നുള്ള നിർണായകമായിട്ടുള്ള മൊഴിയാണ് ഈ ഗൾഫ് വ്യവസായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലിയറാണ്, 2017 തന്നെ. അതെ. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ചാലോ, അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കടത്തുകാർ 2017 ഇത് വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണവശാലും CPMൻ്റെ ഉന്നത നേതൃത്വവും ഭരണാധികാരികളും മുഖ്യമന്ത്രി എന്ന് പറയാതെ എങ്ങനെ നടക്കുന്നത്? പിന്നെ പത്മകുമാറിൻ്റെ ലെവലിൽ മാത്രം അന്താരാഷ്ട്ര തലത്തിൽ ഇടപാട് നടക്കും എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്ര മരപ്പൊട്ടന്മാരാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഒരു തലമുണ്ടല്ലോ വലിയ തോതിൽ മാറുകയാണ്. അല്ല, നമ്മൾ CPMലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ശങ്കർദാസ് CPM അല്ല എന്ന് ഓർക്കണം, CPI ആണ്. അപ്പോൾ CPM നേതാക്കൾ മാത്രം ഉൾപ്പെട്ട ഒരു കേസ് എന്ന് ഇതിനെ ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തലം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞ് ഇതിൻ്റെ ഈ മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത് പിന്നെ ദേവസ്വം ബോർഡ് ലെവലിൽ മാത്രം എടുത്തൊരു തീരുമാനമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സർക്കാരിൽ നിന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവും കാര്യത്തിലില്ല. അതിൽ കടകംപള്ളി ഞാൻ വാസവനിലേക്ക് ഞാൻ വരുന്നുണ്ട്. കടകംപള്ളി ഇതിനകത്ത് ഇടപെട്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത് പത്മകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പത്മകുമാർ പറഞ്ഞിട്ടുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പൂശുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം അപേക്ഷ വകുപ്പിനാണ് കൊടുത്തത് എന്നാണ് പത്മകുമാർ. മന്ത്രിയെ കണ്ടുകൊടുത്തു. മന്ത്രിയിൽ നിന്നുള്ള അനുവാദം മേടിച്ചുകൊണ്ടാണ് ഇയാളോട് വരുന്നത്. പിന്നെ ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസ് ഏത് നിവേദനം കിട്ടിയാലും അതത് വകുപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുമെന്ന്. അല്ല അതത് വകുപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒഴിയാമെങ്കിലും കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും കൂടി സ്വകാര്യ സംഭാഷണം നടത്തേണ്ട ഒരു പടം പുറത്തു വന്നിട്ടുണ്ട്. ആ പടത്തിൽ ആ ശരീരഭാഷയിൽ നിന്ന് അവരേറ്റവും സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ 1-to-1 ആയിട്ടിരുന്ന് ചർച്ച ചെയ്യാറുന്നുള്ളത് വളരെ വ്യക്തമല്ലേ?
അങ്ങനെയെങ്കിൽ ശങ്കർദാസും വിജയകുമാറും അറസ്റ്റിലായാൽ അതിന് തൊട്ട് പിന്നാലെ മറ്റേ ചില വമ്പന്മാർ കൂടി വീഴും. അല്ല സോമനെ, ഞാൻ പറയുന്നത് ഒന്ന് ഞാൻ തീർത്തോട്ടെ. ഇത് ദേവസ്വം ബോർഡ് മൊത്തത്തിൽ അറിഞ്ഞ് ഉന്നത ഭരണ നേതൃത്വം അറിഞ്ഞ് ആണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇനി സോമൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. സോമൻ ഒരു സംശയവും വേണ്ട, ഈ ഇവരെ രണ്ടുപേരെയും ഒരുപക്ഷെ ഹൈക്കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിലും അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, ഈ ശങ്കർദാസിനെയും ഈ മറ്റേയാളെ. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വന്നൊരു മാന്യത്തിൻ്റെ കാരണം എന്താ? കാരണം എന്ന് പറയുന്നത് ഈ SIT ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അതെ, അവർ ജനുവരി കഴിയുമ്പോൾ അവരുടെ ഈ പണി അങ്ങ് തീരും. തീർന്നു കഴിഞ്ഞാൽ അവർ പിണറായി വിജയൻ്റെ ചവിട്ടടിയിലോട്ടാണ് ഈ വെങ്കടേഷും ഈ മറ്റേ ശശിധരനൊക്കെ വരാൻ പോകുന്നത്. കണ്ണൂര് കാസർഗോഡ് എവിടെയെങ്കിലും കണ്ണൂരോ നമുക്ക് ഓർമ്മയില്ലേ മറ്റേ ഒരു DYSP പിന്നെ എടുത്തിട്ട് ചതച്ച് കൊല്ലാൻ പോയ ഒരു സംഭവം ഓർമ്മയില്ലേ? എത്ര 10-15 വർഷങ്ങൾക്ക് മുമ്പ്. ഈ അന്വേഷണം കഴിയുമ്പോൾ ശശിധരനെ നേരെ കണ്ണൂരത്തേക്ക് പോസ്റ്റ് ചെയ്യും. നമ്മുടെ മുമ്പിൽ നവീൻ ബാബുവിൻ്റെ ഉൾപ്പെടെ അനുഭവങ്ങളുള്ളതാണ്. ശശിധരനൊക്കെ ചിലപ്പോൾ ഒരു ദിവസം അപ്രത്യക്ഷനായി പോകും. അപ്പം അതുകൊണ്ട് എന്ന് മാത്രമല്ല വെങ്കടേഷും ഈ പറഞ്ഞ പോലെ ഒരല്പം ഭീരുവും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം കഴിഞ്ഞാലും നിങ്ങൾ ഞങ്ങളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടവരാണ് എന്നുള്ളൊരു സന്ദേശം ഒരു സംശയവും വേണ്ട അവർക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ തദ്ദേശ ഞാൻ അതിലേക്കാൻ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മാന്യം ഉണ്ടായത്. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും CPM തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ പോയി തൊഴുകയോടെ പിണറായി മുമ്പിൽ നിൽക്കും. പക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമഗ്രമായൊരു വിജയം CPM ഉണ്ടായതോടുകൂടി, UDF ഉണ്ടായതോടുകൂടി ഇവർക്ക് ചിറക് മുളച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അവർ അറസ്റ്റിലേക്ക് പോകും. മറുവശത്ത് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ഈ കേസിൻ്റെ അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് കൈമാറിയിരിക്കുകയാണ്. എല്ലാ രേഖകളും ഇപ്പോൾ അന്വേഷിക്കുന്ന SIT ടീം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നിർണായക ചുവടുവയ്പ്പല്ലേ? ഞാനതിലേക്ക് ഒന്നിനും മറ്റേ ചെറുതായിട്ടും തീർത്തോട്ടെ. അതുകൊണ്ട് അറസ്റ്റിലേക്ക് പോകും. PS പ്രശാന്ത് ഏത് ജയിലിലാണെന്നുള്ളത്, ജയിലിലെ മുറികളൊക്കെ ഏതാണെന്ന് കണ്ടുപിടിച്ച് വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ തയ്യാറെടുത്ത് വെച്ചോ. ഏത് ദിവസം പോയി PS പ്രശാന്ത് പോയി കഴിഞ്ഞു. കടകംപള്ളിയിലേക്ക് അത് പോകും. ഇനിയിപ്പോൾ ഇവർക്കൊന്നും പേടിക്കാനില്ല. എന്ന് മാത്രമല്ല വെങ്കടേഷിനെ സംബന്ധിച്ചിടത്തോളം വെങ്കടേഷ് ഇത് നല്ലപോലെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നാളെ ഗവൺമെൻറ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട് വെങ്കടേഷിന്. മനസ്സിലായി? അതുകൊണ്ട് അത് പോകും, അതാവശ്യം. അതുകൊണ്ട് അത് ആശങ്ക. ഇനി 3 മാസമുള്ള തെരഞ്ഞെടുപ്പിന് ഉള്ളൂ. സാധാരണ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റിലാണത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഡിസംബറിലാണത്. ഇനി മാർച്ച് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടമായി. മനസ്സിലായോ? ഫെബ്രുവരിയിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നു. ജനുവരിയിലാണ് അന്വേഷണം തീരാൻ പോണേ. ഒരു മാസം. അപ്പം വലിയ പ്രശ്നമാണ്. വാലയെ തീ പിടിച്ചങ്ങ് ഓടും. പേപ്പട്ടി പോലെയാണ് ഈ ഓടാൻ പോകുന്നത്. എനിക്കിട്ടൊക്കെ എന്താണ് വരാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-ാം തവണ കാലുമെടുത്ത് നിൽക്കുകയായിരുന്നു സ്വയം. അപ്പോഴാണ് ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത്. മനസ്സിലായി? 10 വർഷം ഇത് അനുഭവിച്ചുകൊണ്ട് ഇനി ഇതില്ലാതെ ജീവിക്കാനും പറ്റില്ല. അതുകൊണ്ട് ചിലപ്പം അറിയില്ല, നമുക്കറിയില്ല. ഭയങ്കര ഭീകരമായ സ്ഥിതിയാണ്. ഇനി EDയുടെ കാര്യം സോമൻ എടുക്കും. EDയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ED ആദ്യം വന്ന് പത്തനംതിട്ട കോടതിയിൽ എഫ്ഐആർ ചോദിച്ചു, എഫ്ഐആർ കൊടുത്തില്ല. അതിനുശേഷം ഹൈക്കോടതി പോയി. ഹൈക്കോടതി കുഴപ്പമില്ലാതെ കീഴ്ക്കോടതി ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ വിജിലൻസ് കോടതി ചെന്നു. അവർ ഇന്നെല്ലാം കൂടി EDക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. EDക്ക് കൊടുക്കുന്നതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര ഏജൻസി ED പിണറായി വിജയൻ രക്ഷപ്പെടുത്തില്ല എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ EDയുടെ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? PMLA ആക്ടാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ. അതാണ് EDയുടെ മാൻഡേറ്റ്. EDക്ക് ആ മാൻഡേറ്റ് മാത്രമേ ഉള്ളൂ, റെസ്ട്രിക്റ്റീവ് മാൻഡേറ്റാണ്. പക്ഷേ EDക്ക് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അറസ്റ്റ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. ഇവനൊക്കെ ഈ പത്മകുമാറും വാസുമൊക്കെ ഇനി ഇത് കഴിയുമ്പം മറ്റേ EDയുടെ ജയിലിൽ പോയി നല്ലപോലെ ഉണ്ട തിന്നേണ്ടി വരും. എന്ന് മാത്രമല്ല ED മുകളിലോട്ട് ചെന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലാതെ ചിലപ്പോൾ നടന്നിരിക്കും. പക്ഷേ ED വരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക ആർക്കാണെന്നറിയാമോ? ആശങ്ക യഥാർത്ഥത്തിൽ CPMനാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കാരണം ED അന്വേഷിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കലാണല്ലോ. ED ഇവരുടെ മുഴുവൻ സാമ്പത്തിക സ്രോതസ് ചകയും. വാസുവിൻ്റെ ചകയും മുരാരി ബാബുവിൻ്റെ പത്മകുമാറിൻ്റെ ഒക്കെ ചകഞ്ഞ് കടകംപള്ളിയുടേതും ചകയും വാസവൻ്റെതും ചകയും. അതിൻ്റെ മുകളിലേക്കും ചിലപ്പോൾ ഇലക്ഷൻ എടുത്തുകൊണ്ട് പോയി കൂടായില്ല. അത് വലിയ അപകടത്തിലേക്ക് എത്തും. അപ്പോൾ അവിടെയാണ് CPMന് ആശങ്ക വരാൻ പോകുന്നത്. അത് വളരെ പ്രധാനമാണ്. അതായത് ആളുകൾ ആരോപണമായിട്ടാണ് പറയുന്നത്, ഞാനും ആരോപണമായിട്ടാണ് പറയുന്നത്. ഈ സ്വർണ്ണക്കൊള്ള നടന്ന ഏതാണ്ട് സമയത്താണ് ഈ AKG സെൻ്ററിൻ്റെ നിർമ്മാണം
ദ്രുതഗതിയിൽ തുടങ്ങുന്നത്. ഓ, അത് ഈ പണമൊന്നും എടുക്കാൻ അല്ലല്ല അയ്യപ്പൻ്റെ ശാസ്താവിന്. അല്ല, അതെ അതെ, അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ എടുക്കാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാം കൂടെ പോയത് സ്വർണ്ണമായിട്ടെല്ലാം മാറി. അപ്പോൾ ആളുകൾ പറയുന്നത്, ദോഷൈക ദൃക്കുകൾ പറയുന്നത് ഏതാണ്ട് അതിനോട് കോയിൻസൈഡ് ചെയ്താണ് ഈ AK സെൻ്ററിൻ്റെ പണി. ഒരുപാട് കച്ചവടം ഉണ്ടല്ലോ. അല്ലാതെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ AK സെൻ്റർ നിർമ്മാണത്തിന് മറ്റേ ബക്കറ്റ് എടുത്തുമില്ല. നമ്മുടെ ആരോപണമാണ്. പക്ഷേ ഈ CPM-ന് ആശങ്ക വരുന്നത് എന്താണെന്നറിയോ? കരുവന്നൂരിൽ നടന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് CPM-ന് ആശങ്ക വരുന്നത്. കരുവന്നൂരിൽ ED ചെന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ്റെ എല്ലാവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചു. AC മൊയ്തീൻ എന്ന് പറഞ്ഞവൻ്റെ സ്വത്ത് ഉൾപ്പെടെ കണ്ടുകിട്ടി. അവിടെ CPM-ൻ്റെ സ്വത്തും ED കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് AK സെൻ്റർ കണ്ടുകിട്ടുന്നു. AK സെൻ്റർ കണ്ടുകിട്ടണ്ട, CPM-ൻ്റെ സ്വത്ത് ഈ വിഷയമായിട്ട് കണ്ടുകിട്ടുന്ന സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞത് AK സെൻ്റർ എന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPM-ന് ED വലിയ ആശങ്കയാണ്. പക്ഷേ ED ഇതിൻ്റെ പിന്നെ PMLA കള്ളപ്പണം വെളുപ്പിക്കൽ ഭാഗത്ത് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കും. അവിടെയും രമേശിൻ്റെ വെളിപ്പെടുത്തൽ പ്രത്യാഘാതങ്ങൾ വേറെ ഉണ്ടാക്കും. എന്താ രമേശിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം? ഇതിന് അന്താരാഷ്ട്ര മാനമുണ്ട്. അല്ല, അത് ED-യിൽ നിന്ന് വീണ്ടും മറ്റ് ഏജൻസികളിലേക്ക് പോകും. ജനത്തിലേക്കാണ് വരുന്നത്. ഒന്ന് SITക്ക് അതിനുള്ള മാൻഡേറ്റ് ഇല്ലെങ്കിൽ പോലും SITയും ഈ ബന്ധം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അപ്പോൾ SITക്ക് അന്വേഷിക്കാം. അന്താരാഷ്ട്ര മാനം ഉണ്ടായതോടുകൂടി ഒരു കാര്യം ഉറപ്പായി സോയിമോനെ, CBI വരുമെന്നുള്ളത് ഉറപ്പായി. കാരണം എന്താണ്? CBIക്ക് പിന്നെ രമേശ് വേണേൽ CBIക്ക് മൊഴി കൊടുക്കാം. ഈ CBIക്ക് വേണേൽ രമേശിനോട് മൊഴി ആവശ്യപ്പെടാം. മനസ്സിലായി? രമേശിന് മൊഴി എടുക്കണം, CBI നിങ്ങൾ കൊടുക്കാതിരിക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ CBIക്ക് ഇതിനകത്തേക്ക് വരാം. അവിടെയാണ് ഞാൻ ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കാണുന്നത്. കാരണം സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിൽ അവർ ഇതുപോലുള്ള എന്തെങ്കിലും സാധനം കിട്ടിയാൽ അത് കയറി കൈവച്ചു. ഞാനതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇതുപോലുള്ള വിവരം ഒരു കോൺഗ്രസ് നേതാവിന് കിട്ടിയാകുമ്പോൾ ആയിരിക്കും എന്തിനാണ് ഈ അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പ്, ഇതിനകത്തൊക്കെ പോയി വേണ്ട എന്ന് പറഞ്ഞ ഊരും. പക്ഷെ അയാൾ നീറ് പിടിക്കുന്ന പോലെ നിന്നു. അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ ഒരു തെളിവുമില്ല, എനിക്ക് ഈ വിവരമുണ്ട്. എന്നിട്ട് ആ വ്യവസായി അതിൻ്റെ തുടർ എന്നുള്ള നിലയിൽ വന്നു, കണ്ടു, മൊഴിയെടുത്തു. അതുവഴി SIT പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമല കൊള്ളയുടെ ഒരു വലിയ മാനത്തിലുള്ള വ്യത്യാസത്തിനാണ് ഇയാൾ കാരണക്കാരനായിട്ട്. ഇത് പറയുമ്പോൾ അതിലൊരു വ്യക്തതയുണ്ട്. കാരണം ആ വ്യവസായി നിർബന്ധിതനായി തീരും ആരാണ് അദ്ദേഹത്തോട് ഈ വിൽപ്പനയെക്കുറിച്ച് സംസാരിച്ചതെന്ന്. അപ്പോൾ ആ കള്ളക്കടത്ത് ശൃംഖലയിലേക്ക് അന്വേഷണം എത്താൻ ഇനി അധികം താമസമില്ല. സോയിമോനെ, ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഇതിനുള്ളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു ഭയാനകമായ തലത്തിലെത്തി, ഭയങ്കരമായിട്ട് സ്ഥലത്തിലേക്ക് എത്തുകയാണ്. അത് SITക്ക് ഇനിയിപ്പോൾ ആ നിലയിൽ ധൈര്യമായിട്ട് പോവുകയും ചെയ്യാം. കാരണം ഒരു രാഷ്ട്രീയ മാറ്റം മണക്കുന്നുണ്ട്. ഒന്ന്, രണ്ട്, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവരോട്. ഹൈക്കോടതി അവരോട് പറഞ്ഞിരിക്കുന്നു. അല്ല, ഇത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇതിലൊരു വിട്ടുവീഴ്ച ഒന്നും ചെയ്യണമെന്നില്ല കേന്ദ്ര സർക്കാർ. ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകും. അവർക്ക് പോകാം. കാരണം രാഷ്ട്രീയമായി വലിയ നേട്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ UDF-ലേക്ക് ആ നേട്ടം മുഴുവൻ ഞാൻ പറഞ്ഞത് അതിനകത്ത് വേറെ ചില പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. എന്നാൽ പോലും ഇനി ഇത് ഈ നിലയിൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ രമേശിനോടെ കോടതി പോവാം. എന്തുകൊണ്ട് ഞാനിങ്ങനെ മൊഴി കൊടുത്തു? അല്ല, ഇതേ ഹൈക്കോടതി ബെഞ്ചിലേക്കല്ല, ഹൈക്കോടതി ഈ ദേവസ്വം ബെഞ്ചിലേക്ക്, ഹൈക്കോടതി ഇതേ ദേവസ്വം ബെഞ്ചിലേക്കാണ് ചെല്ലാം. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ വ്യവസായി പറഞ്ഞിരിക്കുന്നു, എന്നെ ആരാണ് ബന്ധപ്പെട്ടെന്നുള്ള വ്യവസായി ഇതിനുള്ളിൽ തന്നെ മൊഴി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അവർക്ക് എളുപ്പമാണ് അങ്ങോട്ട് പോകാൻ. ഹൈക്കോടതിയുടെ മാൻഡേറ്റും ഉണ്ട്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഇതൊരു വല്ലാത്തൊരു ഇനി ഇതെല്ലാം നടക്കാൻ പോണേ എപ്പോഴാണ് സോയിമോനെ? ഈ 3 മാസത്തിനുള്ളിലാണ് നടക്കാൻ പോകുന്നത്. ഇതൊന്നും നടക്കാഞ്ഞിട്ട് തന്നെ ഇവന്മാരെ എല്ലായിടത്തും തോറ്റമ്പി. കണ്ണൂരത്തേക്ക് കഥകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നാണ് പറയുന്നത്. 30-40 വർഷമൊക്കെ ജയിക്കാതിരുന്ന പഞ്ചായത്തിൽ ജയിച്ചിരിക്കുകയാണ് പിന്നെ കണ്ണൂരൊക്കെ. അവിടെ എന്തെങ്കിലും UDF എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ്. അപ്പം ഇപ്പം തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി കുറേ അറസ്റ്റ് നടക്കുകയും ഇതിനെന്താ. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്, സോമൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിനൊരു അന്താരാഷ്ട്ര മാനം ഉണ്ട് എന്ന് വന്നാൽ ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ആ അന്താരാഷ്ട്ര ബന്ധം കേരളത്തിൽ നടക്കില്ല. തീർച്ചയായിട്ടും ഒരു സംശയം കരുത്തില്ല. കാരണം അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ്. ഞാൻ ചിരിച്ചു പോകും നമ്മൾ. എന്നാലും അതിന് കേരളത്തിൽ ഇപ്പം ഒരു അന്താരാഷ്ട്ര തലത്തിലൊരു ഡീൽ നടക്കണം എന്നുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ
ആ അന്താരാഷ്ട്ര ഡീലർക്ക് ഏറ്റവും വലിയ സൗകര്യമല്ലേ കേരളത്തിൽ. കാരണം പിണറായി വിജയനെ പോലെ ഒരാളുണ്ട്, കോൺഗ്രസ്സിലാരെങ്കിലും ഇതുപോലെ ഇൻ്റർനാഷണൽ ഡീൽ നടത്താൻ. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകും. ഇത് വലിയ തോതിൽ യുവന്മാരുടെ ഒരു കത്തിപ്പോകാനുള്ള സാധ്യത പോലും നമ്മൾ തള്ളണ്ട എന്നാണ് എനിക്ക് ഇതുവരെ നിന്ന ഡെവലപ്മെൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.